സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF വളരെ ദയനീയമായ ഒരു പരാജയം. ദയനീയമായ പരാജയം എന്ന് പറഞ്ഞ പോരാ, പാതാള പടുകുഴിയിലേക്ക് ആണ്ടുപോകുന്ന തരത്തിലേക്കാണ് LDF എത്തി നിൽക്കുന്നത്. ഇതിനുശേഷം എങ്ങനെയാണ് തങ്ങൾക്ക് പരാജയം പറ്റിയത്, എവിടെയാണ് തെറ്റുപറ്റിയത് എന്നുള്ള അവലോകന യോഗങ്ങൾ, പരാജയ അവലോകന യോഗങ്ങൾ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തുന്നു. എല്ലാത്തിലും ചെന്നെത്തുന്ന ഒരേ ഒരു ഉത്തരം, പിണറായി വിജയൻ എന്ന നേതാവിൻ്റെയും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന MV ഗോവിന്ദൻ എന്ന നേതാവിൻ്റെയുമെല്ലാം ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പെരുമാറ്റ രീതികളും ഭരണവിരുദ്ധ വികാരവും തന്നെയാണ് തോൽവിക്ക് കാരണം എന്ന് പറയുമ്പോൾ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ചില പെരുമാറ്റ രീതികളും അഹങ്കാരം പൂണ്ട വർത്തമാന ശൈലികളുമെല്ലാം CPMനെ ജനങ്ങളിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതാരും തുറന്നു പറയാൻ ഒരിക്കലും ഒരു നേതാവും മുന്നോട്ട് വന്നിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു EMSഉം ലോകവും എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് CPMൻ്റെ ബുദ്ധിജീവി പരിവേഷമുള്ള മുൻ നിയമമന്ത്രി കൂടിയായ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ നിയമമന്ത്രി കൂടിയായ, വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന P രാജീവ് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നു. അതായത് 2026 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDFൻ്റെ ഒരു ടാഗ് ലൈനായിരുന്നു LDF അല്ലാതെ മറ്റാരുണ്ട്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കി, അത് വലിയ തിരിച്ചടിയായി എന്ന് രാജീവ് തുറന്ന് സമ്മതിക്കുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞ ആ ഹോർഡിങ്സിൽ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കന്യാകുമാരി വരെ വെച്ച ഈ ഹോർഡിങ്സിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള തരത്തിലായിരുന്നു ഒരു സന്ദേശം കൊടുത്തത്. അത് LDFന് തിരിച്ചടിയായി എന്ന് രാജീവ് തുറന്ന് സമ്മതിക്കുമ്പോൾ, പിണറായി വിജയൻ തെറ്റുപറ്റി, പിണറായി വിജയൻ്റെ ആ ഒരു നടപടി വലിയ തെറ്റ് തന്നെയാണ് പാർട്ടിക്കുണ്ടായത്, അപജയം ഉണ്ടാക്കിയെന്ന് സമ്മതിക്കുന്നു. കൂടാതെ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിരുന്നു, അത് നടപടിയെടുത്തില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന ആളുകളുമായി തോളിൽ കൈയിട്ട് ചങ്ങാത്തം കൂടിയതും പൊതുവേദിയിൽ ഇവരൊരുമിച്ച് വന്നതുമെല്ലാം LDFന് ക്ഷീണം ചെയ്തു എന്ന് രാജീവ് EMSഉം ലോകവും എന്നുള്ള ആ ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ കൃത്യമായി തന്നെ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപായിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ LDFൻ്റെ ഇത്രയും വലിയ ഒരു പരാജയത്തിൽ നിന്നൊരു പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കും, വീഴ്ചയുടെ ഒരു തോത് കുറയ്ക്കാനെങ്കിലും സാധിച്ചേനെ എന്നാണ് സാറിനെതിൽ പറയാനുള്ളത്. രാജീവ് അവസരത്തിനൊത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ മിടുക്കനാണ് എന്ന് തെളിയിക്കുകയാണ്. അതായത് പാർട്ടി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം അല്ല 10 വർഷം കേരളത്തിലെ CPMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ശേഷം പിന്നെ മന്ത്രിയായ ശേഷം ഇന്നേ വരെ അദ്ദേഹം എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അവസരമുണ്ടായിട്ടുണ്ടോ? എന്തെല്ലാം തെറ്റുകളാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്തിന് ക്രൈം ചീഫ് എഡിറ്ററായി എന്നെ എറണാകുളത്ത് ഓഫീസിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്യുകയും വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടു പോകുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം എറണാകുളത്തെ CPMൻ്റെ പ്രമുഖനായ നേതാവായിരുന്നില്ലേ? എന്നിട്ട് എന്താ പറ്റിയത്? അദ്ദേഹം തന്നെയല്ലേ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്രക്കാരെ വിളിച്ചു വരുത്തി ക്യാൻസർ ബാധിതനായ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആ കേസ് എന്തായി? ആ കേസിൽ എവിടെയെങ്കിലും എത്തിയോ? ആ കേസിൽ അതിനകത്ത് യഥാർത്ഥ പ്രതിയായി വരേണ്ട, അങ്ങനെ ആയിരുന്നു എങ്കിൽ പ്രതിയായി വരേണ്ടത് പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹാഷിമായിരുന്നു. അത് അദ്ദേഹത്തിന് ഇപ്പം കേസ് വന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഈ കേസിലല്ല. അപ്പോൾ അന്ന് മുതൽ ആ കേസ് എവിടെ എത്തിയില്ല, അതിൽ അഴിമതി നടന്നിട്ടില്ല. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിനെ വേട്ടയാടുകയായിരുന്നു. ക്യാൻസർ സ്ഥലത്തുനിന്ന്, ചികിത്സാ സ്ഥലത്തു നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇത്രയും ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള രാജീവ് ഇപ്പോൾ പിണറായി വിജയൻ മുങ്ങാൻ പോവുകയാണ്, രക്ഷപ്പെടാൻ പോവുകയല്ല, മകൾ അറസ്റ്റിലാവും, പിണറായി വിജയനും പുറത്താകും, ഈ പാർട്ടിയെ രക്ഷിക്കാൻ ഞാനുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചില സത്യങ്ങൾ, അന്നേ അറിയുന്ന സത്യങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അദ്ദേഹം പിണറായി വിജയനോടൊപ്പം എല്ലാ തെമ്മാടിത്തരങ്ങളും കൂട്ടുന്ന ശേഷം ഇപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നു, ബോർഡ് വെച്ചത് തെറ്റായിപ്പോയി, ഇപ്പം LDF അല്ലാതെ മറ്റാരുണ്ട്, പിണറായി വിജയൻ്റെ പേര് പറയാതെ പിണറായി വിജയനെതിരെ അദ്ദേഹം ശരിക്കും തകർത്ത് പെയ്തിരിക്കുകയാണ്. കാരണം പിണറായി വിജയനാണ് ആ ഫോട്ടോയിലെല്ലാം ഉള്ളത് എന്ന് കൃത്യമായി അറിയുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ വെച്ചാൽ
കാണുന്ന ജനങ്ങൾ മുഴുവൻ അറപ്പും വെറുപ്പോടുകൂടെ LDFനെതിരെ പ്രതികരിക്കുമെന്നും ജനങ്ങളെ വോട്ട് തിരിയുമെന്നും അറിയുന്ന രാജീവ് വന്ന് പ്രതികരിക്കാതിരുന്നത്? ഇതേപോലെ തന്നെയാണ് ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ അദ്ദേഹം എന്താണെന്നൊന്നും മിണ്ടാതിരുന്നത്. അപ്പോൾ ഇപ്പം ബോധോദയം ഉണ്ടായതല്ല, അദ്ദേഹത്തിന് അന്നേ അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായത് എന്താണ്? ദയനീയമായ പരാജയമാണ് കളമശ്ശേരിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥിയായി വന്നിരുന്നത്. എതിർ സ്ഥാനാർത്ഥി അത്രയും പോപ്പുലർ അല്ലാത്ത ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ നിന്നും വളരെ ദയനീയമായ പരാജയമുണ്ടായി. മാത്രമല്ല എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങൾ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. കളമശ്ശേരിക്കോട് തൊട്ടടുത്ത് നിൽക്കുന്ന തൃക്കാക്കരയിൽ 50,000-ലേറെ വോട്ടിനാണ് ജയിച്ചത്. മൂവാറ്റുപുഴയിൽ 44,000 വോട്ടിനാണ് ജയിച്ചത്. എറണാകുളത്ത് 36,000 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ അതേപോലെ പിറവത്ത് ജയിച്ചത് 44,000-45,000 വോട്ടിനാണ്. ഇതേപോലെ തന്നെയാണ് ഇതിന് തൊട്ടടുത്ത് നടക്കുന്ന അങ്കമാലിയിൽ 36,000 വോട്ടിനാണ് റോജി എം ജോൺ ജയിച്ചത്. 29,000 വോട്ടിനാണ് ആലുവയിൽ ജയിച്ചത്. എന്തിന്? VD സതീശൻ എല്ലാവരും കൂടി RSSും അതേപോലെ മുസ്ലിം തീവ്രവാദ സംഘടന എല്ലാവരും കൂടിയിട്ടും വെള്ളാപ്പള്ളി നടേശനും എല്ലാം കൂടിയിട്ടും 20,000 വോട്ടിനാണ് ജയിച്ചത്. അങ്ങനെ എറണാകുളം ജില്ല തൂത്തുവാരുകയാണ് ഉണ്ടായത്. എറണാകുളം ജില്ല മാത്രമല്ല, നമുക്കറിയാം കോട്ടയം ജില്ലയിൽ 9 പോയി. അതേപോലെ നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ 5-ൽ 5 കൊണ്ടുപോയി. അതേപോലെ പത്തനംതിട്ട ജില്ലയിൽ 5-ൽ 4 സീറ്റും കിട്ടി. അതായത് 33 സീറ്റുള്ള ഇത്തരം പ്രദേശം 32 സീറ്റും UDF നേടിയെടുത്തു എന്നുള്ളതാണ്. 1 സീറ്റ് മാത്രമാണ് ഈ വലിയ ഏരിയയിൽ നിന്ന്, കേരളത്തിൻ്റെ മധ്യ കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ട് UDF നേടിയത്. അതിനർത്ഥം എന്താണ്? ഭരണവിരുദ്ധ വികാരം അത്രയും ആഞ്ഞടിച്ചിരുന്നു. ഇദ്ദേഹം തന്നെയല്ലേ അടുത്ത കാലത്ത് നമുക്ക് ഈ ഇപ്പം ഉണ്ടായിട്ടുള്ള 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ പരുത്തുകാവ് ഉന്നതിയിൽ അവിടെ പോയിട്ട് സമരം നടത്തിയത്? 10 വർഷമായിട്ട് അത് പരിഹരിക്കാതെ കൊണ്ട് നടക്കായിരുന്നില്ലേ? അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ 1 മാസം കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. അതിപ്പോൾ UDF തീർത്തത് വെറും 25 ദിവസം കൊണ്ടാണ്. സാർ, അത് ഒന്ന് ഇടപെട്ട് സംസാരിച്ചിട്ട് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണാതെ പോയപ്പോൾ ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു 10 ദിവസം പോലും അവരതിന് ചർച്ചയെടുത്ത് ചെയ്തിട്ടില്ല. ഏതാണ്ട് ആ ഭൂവുടമയും ദളിത് ഉന്നതിയിൽ താമസിക്കുന്ന കുടുംബങ്ങളുമായി സംസാരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ രൂപരേഖ തയ്യാറാക്കി ഇരു കൂട്ടർക്കും രമ്യമായ രീതിയിലൊരു പരിഹാരം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാരിന് സാധിക്കാത്ത കാര്യം 10 ദിവസം കൊണ്ട് VD സതീശൻ സർക്കാർ നേടിയെടുത്തു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ഈ ഗവൺമെന്റ് വന്ന ശേഷം ശ്രീനിജനും രാജീവും അവിടെ സമര നേതൃത്വം കൊടുക്കുകയും ഇതിന്റെ കുറ്റം മുഴുവൻ UDF സർക്കാരിന്റെ തലയിൽ വെക്കുകയും ചെയ്തു. പുതുതായി വന്ന UDF സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് അവിടുത്തെ CPM പ്രവർത്തകരെ ഇളക്കി വിട്ട് അവിടെ കലാപമുണ്ടാക്കാനാണ് രാജീവ് ശ്രമിച്ചത്. ഉന്നതി സംരക്ഷണ സമിതിയൊക്കെ ഉണ്ടാക്കിയവര്. അതെ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ ഞങ്ങൾ അനക്കില്ല, അവിടേക്ക് ഇവരെ കയറ്റില്ല എന്നെല്ലാം പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്? രാജീവായിരുന്നു. എറണാകുളം ജില്ലയുടെ സകല ഉത്തരവാദിത്വമുള്ള രാജീവ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെ കത്തിച്ച് വിട്ടത്, അത് പരിഹരിക്കാതെ നിർത്തിയത്? ഇതുപോലെ ഉള്ള ഇഷ്യൂകൾ കത്തിച്ചു വെക്കുക, തുടർന്ന് കത്തിക്കൊണ്ടിരിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് രാജീവ് ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പരിഹരിക്കുക എന്നുള്ളതല്ല, നിമിഷ നേരം കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന്. പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുള്ള നേതാവ് എന്നുള്ളതിൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. മന്ത്രിയായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തേ അത് തീർക്കാതിരുന്നത്? കുന്നത്തുനാട് MLAയും അതേപോലെ റോജി എം ജോണും ഇടപെട്ടിട്ട് എത്ര നയപരമായിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. ഇത് റോജി എം ജോണിന്റെയും അതേപോലെ സജീവന്റെയും വൻ വിജയമാണ്, UDFന്റെയും. അതേ സ്ഥാനത്ത് ഇതേ പ്രശ്നം ഏറ്റെടുത്ത രാജീവ് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു, ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയായിരുന്നു, എന്നിട്ട് കാര്യലാഭം നേടുകയായിരുന്നു. ഇത് തന്നെയാണ് ഇത്രയും കാലം പിണറായി വിജയന്റെ കൂടെ ശേഷം ഇപ്പം പിണറായി വിജയനെ തള്ളിപ്പറയുന്ന ആ സമീപനമുണ്ടല്ലോ. എന്തായാലും പിണറായി വിജയൻ തകരും, മകൾ അറസ്റ്റിലാവും, മകൻ അറസ്റ്റിലാവും. അപ്പൊ ആ കൂട്ടത്തിൽ ഞാനില്ല, ഞാൻ ബഹുമാന്യനായ ആളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ തന്ത്രം ആർക്കും മനസ്സിലാവില്ല എന്ന് കരുതരുത്. രാജീവേ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ആ മുങ്ങിത്താഴുന്ന CPMൽ നിന്ന് രക്ഷപ്പെടുന്നത് തന്നെയാണ് നല്ലത്. അത് നേരത്തെ കണ്ടറിഞ്ഞ് എറിഞ്ഞതാണ് രാജീവ്. അങ്ങനെ പിണറായി വിജയനെ ഇപ്പോൾ ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു രാജീവും എന്നുള്ളതാണ് സത്യം.